ഗുഡ് മോർണിംഗ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. എല്ലാവർക്കും അവധി ദിവസമാണ്. കുഞ്ഞുങ്ങളെന്ന് താമസിച്ചേ ഉണരുകയുള്ളൂ അല്ലേ? കാരണം അവരങ്ങനെയാണ്. സെക്കൻഡ് സാറ്റർഡേ കുറച്ച് കൂടുതൽ അങ്ങ് ഉറങ്ങും. പക്ഷേ മുതിർന്നവർ നേരത്തെ ഉണരും അല്ലേ? അപ്പോൾ അവർക്ക് ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്, അത് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തു ചെയ്തു? നമ്മുടെ സയൻറ്റിഫിക്, സാംസ്കാരിക, സെക്യുലർ നിലകളിലൊക്കെ എന്താണ് ചെയ്തത്? ഇന്ത്യ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ലിസ്റ്റിൽ ഏകദേശം വരാറായോ? ഇവിടെ അഴിമതി ഇല്ലാതാകുന്നുണ്ടോ? അതുപോലെ ദാരിദ്ര്യം ഇല്ലാതാകുന്നുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവൽ എങ്ങനെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തു പോകുന്നതിന് തടഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിന് പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടോ? ഇതൊക്കെ നമുക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാം. അതിനനുസരിച്ച് ഏത് ഗവൺമെൻറ്റാണോ ഇതിനൊക്കെ പ്രോത്സാഹനം നൽകിയത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുക. അതിനൊരു പ്രത്യേക പാർട്ടിയൊന്നും നിങ്ങൾക്ക് വേണമെന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് പേടിയില്ലാതെ പുറത്തിറങ്ങണം. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കും സന്ധ്യാസമയത്തും മറ്റുമൊക്കെ പുറത്ത് പോകുമ്പോൾ അവർക്കൊരു പേടിയില്ലാതെ പോകണം. അങ്ങനെ പോലീസ് സംരക്ഷണവും അങ്ങനെയുള്ള പെട്രോളിങ്ങും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അതിനൊക്കെ അനുസരിച്ച് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഗ്രോത്ത് എങ്ങനെ പോകുന്നു എന്നതനുസരിച്ച്, നമ്മുടെ സയൻറ്റിഫിക് ഗ്രോത്ത് എങ്ങനെ പോകുന്നു എന്നതനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യുക. അതിനെപ്പറ്റി സംസാരിച്ച് തീരുമാനിച്ച് ഭാര്യയും ഭർത്താവുമാണെങ്കിലും മുത്തശ്ശിയും മുത്തശ്ശനുമാണെങ്കിലും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് വോട്ട് ചെയ്യുക. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ വരും, അവരുടെ റുട്ടീൻ കാര്യങ്ങളൊക്കെ നടക്കും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറമ്പുള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഒരു തണലൊക്കെ ആവുമ്പോൾ പതുക്കെ പറമ്പിലേക്ക് ഇറക്കുക. അവിടെ കാണുന്ന കൂവ, അതുപോലെ തന്നെ ചേമ്പ്, ചേന, കാച്ചിൽ, അതുപോലെ ചാമ്പകൾ, അങ്ങനെയുള്ള മരങ്ങൾ, ഫ്രൂട്ട്സ് തരുന്ന മരങ്ങൾ, ഇവയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ പൂർവികർ ഇതൊക്കെയാണ് കഴിച്ചിരുന്നത്. ഇപ്പോഴുള്ള ബ്ലാക്ക്ബെറി, ബ്ലൂബെറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, പ്രോസസ്ഡ് ഫുഡല്ല. അതവരെ പരിചയപ്പെടുത്തുക. അവർക്ക് കൃഷിയിൽ താല്പര്യം ഉണ്ടാക്കുക. ഇനി ഫ്ലാറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നടക്കില്ല. അവിടെ നിങ്ങളുടെ ചെറിയ ചട്ടികളിൽ ചെറിയ പയർ വിത്തുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട് അത് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുക. ഒപ്പം തന്നെ വളരെ സുന്ദരമായ ഏതെങ്കിലും സിനിമകൾ കാണാനും മറ്റുമൊക്കെ അവരെ കൊണ്ടുപോവുക. വയലൻസും ക്രൈംസും ഒന്നുമുള്ള ഫിലിംസ് കാണാൻ കൊണ്ടുപോകരുത്. അതവർക്ക് ദഹിക്കില്ല, അതവരുടെ മനസ്സിൽ കിടക്കും. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ ഗെയിംസ് കളിക്കുമ്പോൾ അതിൽ വയലൻസും മറ്റ് ക്രിമിനൽസിൻ്റെ ക്രൈംസും ഒക്കെ കാണിക്കുന്ന ഗെയിംസാണോ അവർ എടുക്കുന്നത്, അവരെന്താണ് നെറ്റിൽ നോക്കുന്നത് എന്ന് കൂടി ഒന്ന് നോക്കുക. പിന്നെ ഇന്ന് അവരെ പഠിക്കാൻ വിടണ്ട, ഇന്ന് അവരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നാളെ നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ കുഞ്ഞുങ്ങളോട് പഠിക്കാൻ പറയാം. അങ്ങനെയല്ലേ നല്ലത്? നമുക്ക് ഈ വീക്കെൻഡ് അങ്ങനെ ഹാപ്പി ആക്കിക്കൂടെ? ഓക്കെ.